Hi dears, welcome to Edream Become online class. Today we are discussing business law. സെക്കൻഡ് ഇയറിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് തന്നെ നമ്മൾക്ക് പറയാം. ബിസിനസ് ലോ, BCOC 133 ബിസിനസ് ലോ ആൻഡ് ഫസ്റ്റ് ബ്ലോക്ക് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട്. നമ്മുടെ ബിസിനസ് ലോവിൽ നമ്മൾ പഠിക്കുന്നത് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലേ, ലോ ആണ്, നിയമം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ്, നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോർ എ സിവിലൈസ്ഡ് സൊസൈറ്റി ദർ മസ്റ്റ് ബി ലോ. ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ല അച്ചടക്കത്തിലുള്ള, അതല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡായ സൊസൈറ്റി നമ്മൾക്ക് ഫോം ചെയ്യണമെങ്കിൽ, അവിടെയുള്ള ആക്ടിവിറ്റീസ് നടന്നു പോകണമെങ്കിൽ അവിടെ ഒരു കൂട്ടം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് ചില നിർബന്ധങ്ങളാണ്, നമ്മൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ ശാസനകളാണ് നിയമം. അപ്പോൾ ബിസിനസ് ലോ എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ബ്ലോക്കുകൾ, സാധാരണ സബ്ജക്റ്റ് പോലെ തന്നെ കുറേ ബ്ലോക്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് തന്നെ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്, കരാറുകളെ സംബന്ധിച്ചിട്ടുള്ള നിയമം. അപ്പൊ ആ കരാറുകളെ സംബന്ധിച്ചിട്ടുള്ള നിയമത്തിൽ ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് എന്താണ്? എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കരാറിന് ആവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾക്ക് എന്തറിയണം? എന്താണ് ലോ എന്നറിയണം. ബിസിനസ് ലോ ആണ് നമ്മൾ പഠിക്കുന്നുള്ളൂ, ബിസിനസ്സിനെ ബാധിക്കുന്ന നിയമങ്ങൾ മാത്രം. പക്ഷേ നിയമം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ബിസിനസ് ലോ എന്താണ് നമ്മൾക്ക് ഡീറ്റെയിൽ ആയി നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസിൽ പറയുകയാണെങ്കിൽ, ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം നിയന്ത്രണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ശാസനകളാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യണം, ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം നിയന്ത്രണങ്ങളാണ് ഈ നിയമത്തിൽ വരുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിലെ പൗരന്മാർക്ക്, ഇപ്പൊ നമ്മൾക്കറിയാം ഓരോ രാജ്യത്തിനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പൗരന്മാർക്കും ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കരുത്, അല്ലെങ്കിൽ വിപരീതമായി അഫക്റ്റ് ചെയ്യരുത്. നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് ശല്യമായി മാറാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു സമൂഹം കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾക്ക് ജോലി കിട്ടിയ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇത്ര സമയത്ത് പഞ്ച് ചെയ്ത് ജോലിക്ക് കയറണം, ഇത്ര സമയത്ത് പഞ്ച് ചെയ്ത് ജോലിയിൽ നിന്ന് ഇറങ്ങാം, നമ്മൾക്ക് ഇത്ര ദിവസം ജോലി ചെയ്താൽ ഇത്ര രൂപ പേയ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ആ സ്ഥാപനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയാണ്? ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവർക്ക് ചിട്ടയായ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനം അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉറപ്പിക്കാം, അവിടെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിലും സുഗമമായി നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? നിയമത്തിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന തന്നെ എന്താണ് നിയമം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഡെഫിനേഷനാണ്, കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ബ്ലാക്ക്സ്റ്റണിൻ്റെ ഡെഫിനേഷൻ. എന്താണ് ലോ എന്നുള്ളതിനെ കുറിച്ച് ബ്ലാക്ക്സ്റ്റൺ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇൻ ദ വേർഡ്സ് ഓഫ് ബ്ലാക്ക്സ്റ്റൺ, ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട് prescribed by the supreme power of state, commanding what is right and prohibiting what is wrong. അപ്പോൾ ബ്ലാക്ക്സ്റ്റന്റെ അഭിപ്രായത്തിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട്. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാര് എങ്ങനെ പെരുമാറണം, സിവിൽ കണ്ടക്ട്, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ രീതികളെക്കുറിച്ച്, അതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമമാണ് ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട്.
പൗരന്മാര് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, അവരുടെ ജീവിത രീതികൾ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു റൂളാണ് ലോ. ആരാണ് അത് വിശദീകരിക്കുന്നത്? പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം പവർ ഓഫ് എ സ്റ്റേറ്റ്. നമ്മളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്തിന്റെ ഏറ്റവും പരമാധികാരി ആരാണോ അവരാണ് ഈ നിയമം എന്താണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതായിരിക്കണം നിയമം എന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന്റെ സുപ്രീം പവർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. പരമാധികാരി ആരാണോ അവരായിരിക്കും തീരുമാനിക്കുന്നത്. ഇനി അതിൽ എന്താ അവർ പറയുന്നത്? കമാൻഡിങ് ആണ്. ആ വേർഡ് ശ്രദ്ധിക്കണം. റിക്വസ്റ്റിംഗ് അല്ല, ആളുകളോട് അഭ്യർത്ഥിക്കുകയല്ല, അല്ലെങ്കിൽ അവരോട് നമ്മൾ നിർദ്ദേശിക്കുകയല്ല. എന്താ ചെയ്യുന്നത്? ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. കമാൻഡിങ് വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി, നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാലാണ് അത് ശരിയായി മാറുന്നത്. ആൻഡ് പ്രൊഹിബിറ്റിംഗ്, എന്നിട്ട് എന്ത് കൂടി ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്, നിരോധിക്കുന്നുണ്ട്. എന്തിനെ? വാട്ട് ഈസ് റോങ്, എന്താണ് തെറ്റായ കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിയായി ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നേരായ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആജ്ഞകൾ നൽകുകയും അതുപോലെ തന്നെ തടയേണ്ട കാര്യങ്ങളെ, തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ആ തടയേണ്ട കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്ന ശാസനകളാണ് നിയമം. ഇതാരാണ് കൊണ്ടുവരുന്നത്? സുപ്രീം പവർ ഓഫ് എ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ പരമാധികാരി ആരാണോ അവരാണ് അവിടെ നിയമം കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഹെഡ് ഓഫ് ദ ഫാമിലി, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളാണ് നിയമം തീരുമാനിക്കുക. അതല്ലാതെ വീട്ടിലുള്ള ചെറിയ കുട്ടികളല്ല നമ്മുടെ വീട്ടിലെ നിയമങ്ങൾ തീരുമാനിക്കുന്നത്. കൃത്യമായ അച്ചടക്കത്തോടെ ഒരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിയമത്തിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇന്റർനാഷണൽ ലോ, സിവിൽ ലോ, ക്രിമിനൽ ലോ, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമത്തിന്റെ ബ്രാഞ്ചസിൽ വരുന്ന സിവിൽ ലോയുടെ ഒരു ഭാഗമാണ് ബിസിനസ് ലോ. ഇറ്റ് റിലേറ്റ്സ് വിത്ത് റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ഓഫ് കൊമേഴ്സ്യൽ പേഴ്സൺസ്. വ്യാപാരങ്ങളിലും അല്ലെങ്കിൽ വാണിജ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിയമമാണ് ബിസിനസ് ലോ. അപ്പോൾ ബിസിനസ് ലോവിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരന്റെ നിയമമല്ല, വ്യാപാര പ്രവർത്തനങ്ങളിലോ വാണിജ്യ പ്രവർത്തനങ്ങളിലോ അങ്ങനെയുള്ള ഇടപാടുകളിലോ ഇൻവോൾവ്ഡ് ആയി വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന നിയമമാണ് ബിസിനസ് ലോ. അപ്പൊ ലോ എന്നുള്ളതിനപ്പോ നമ്മൾ ബ്ലാക്ക്സ്റ്റന്റെ ഡെഫിനേഷൻ ആണ് നോക്കിയത്. ദെൻ സാൽമണ്ട് എന്ന് പറയുന്ന ഓതറും ലോവിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ ദ വേർഡ്സ് ഓഫ് സാൽമണ്ട്, ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized and applied by the state in the administration of justice. നമ്മുടെ നാട്ടില് നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന കുറേ തത്വങ്ങളും അതുപോലെ തന്നെ അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്, അവർ തന്നെയാണ് നടപ്പിലാക്കുന്നതും. അങ്ങനെയുള്ള ഒരു കൂട്ടം പ്രിൻസിപ്പിളുകളാണ് ലോ എന്നാണ് സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല രാജ്യത്തിന് നിയമങ്ങൾ വേണം. ആ നിയമങ്ങളുടെ ഒരു ഭാഗമായ സിവിൽ ലോ എന്ന് പറയുന്ന സെക്ഷന്റെ ഒരു ഭാഗമാണ് ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കന്റൈൽ ലോ. ഈ മെർക്കന്റൈൽ ലോ റിലേറ്റ്സ് വിത്ത് കൊമേഴ്സ്യൽ പീപ്പിൾ ഓർ മെർക്കന്റൈൽ പേഴ്സൺസ്. ഇവർക്ക് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനുകളിൽ നിന്ന് ഉണ്ടായി വരുന്ന ചുമതലകളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്ന നിയമമാണ് ബിസിനസ് ലോ. സോ നമ്മൾ പറഞ്ഞു ബിസിനസ് ലോ എന്ന് പറയുന്നത് സിവിൽ ലോവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ബിസിനസ് ലോ ഇന്ത്യയിൽ മെയിനായിട്ടും ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലോവിൻ്റെ അഡാപ്ഷനാണ്. ലണ്ടനിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള നമ്മളുടെ വ്യാപാരികൾ അവർ കുറേ കാലമായി ഫോളോ ചെയ്തു പോരുന്ന ഒരുപാട് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ഉണ്ട്.
അവരുടെ ട്രേഡിൽ, വ്യാപാര പ്രവർത്തനങ്ങളിൽ അവർ ഫോളോ ചെയ്തു വരുന്ന ഒരുപാട് പൊതു നിയമങ്ങളുണ്ട്, ജനറൽ പ്രാക്ടീസസ് ഉണ്ട്. അത് പിന്നീട് അവിടെ നിയമമായി മാറുകയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമം അങ്ങനെയല്ല. അത് അവിടെ അവർ ഫോളോ ചെയ്തു വരുന്ന, കാലാകാലങ്ങളായി ഫോളോ ചെയ്തു വരുന്ന ചില വ്യാപാര നിയമങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവിടെ കോമൺ ലോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ബിസിനസ് ലോവിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ ആണ്. അവിടെ കോമൺ ലോ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിലെ വ്യാപാരികളുടെ നിയമം, അവർ ഫോളോ ചെയ്യുന്ന ജനറൽ റൂൾസ് ആൻഡ് കസ്റ്റംസ്, അത് പല കാര്യങ്ങളും അതേപോലെ നമ്മൾ ഇന്ത്യയിലെ ബിസിനസ് ലോവിലും ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ. നമ്മൾ പലപ്പോഴും പല നിയമങ്ങളും പാസ്സാക്കാറുണ്ട്, പാർലമെൻറ്റിലൊക്കെ ബില്ലായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് നിയന്ത്രിക്കുന്ന അതിൻ്റേതായ നിയമം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ RBI ആക്ട് ഉണ്ട്. ഇന്ത്യയിലെ വ്യാപാര കരാറുകളുടെ കാര്യങ്ങളെക്കുറിച്ച് നിയന്ത്രിക്കാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്. പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നിയന്ത്രിക്കാൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. അങ്ങനെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ആയിട്ട് വരുന്ന നിയമങ്ങളുണ്ട്. അതും ബിസിനസ് ലോവിൻ്റെ ഒരു സോഴ്സാണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ് ഓർ കേസ് ലോ. കോടതികളിൽ വരുന്ന കേസുകൾ, പാസ്റ്റ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു പർട്ടിക്കുലർ കേസസ്, അതും നിയമത്തിൻ്റെ അടിസ്ഥാനമായി മാറാറുണ്ട്. ഇപ്പോൾ ചില കേസുകളിൽ ആ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതെങ്കിലും ഒരു നിയമത്തിന്, പർട്ടിക്കുലർ നിയമത്തിൻ്റെ വകുപ്പുകൾക്ക് കീഴിൽ വരുന്നതല്ലെങ്കിൽ ജഡ്ജിക്ക് നോർമൽ റൂൾ ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ കോൺഷ്യൻസ്, ലിബർട്ടി, ഇതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമം പാസ്സാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ജസ്റ്റിസിനുണ്ട്. അപ്പോൾ ആ ജസ്റ്റിസിൻ്റെ ഡിസിഷൻസും ബിസിനസ് ലോവിൻ്റെ ബേസായി മാറാറുണ്ട്. ചില പ്രത്യേക കേസുകളിൽ ജഡ്ജികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ നിയമമായി പിന്തുടരാറുണ്ട്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കേസ് ലോ. ദെൻ നാലാമതായി വരുന്നത് കസ്റ്റംസ് ആൻഡ് യൂസേജ്. തുടർന്നു പോരുന്ന നമ്മളുടെ ചില രീതികൾ, അല്ലെങ്കിൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന ചില ക്രമങ്ങളൊക്കെ ഉണ്ടാവും. വ്യാപാര പ്രവർത്തനങ്ങളിലൊക്കെയുള്ള ചില ക്രമങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ചില ഫോളോവിങ്സ്, അതൊക്കെ. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്, നത്തിങ് കണ്ടെയ്ൻഡ് ദെറിൻ ഷാൽ അഫക്റ്റ് എനി യൂസേജ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ്. അപ്പം നമ്മൾ ഏതൊരു നിയമം കൊണ്ടുവരികയാണെങ്കിലും അതൊന്നും അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഫോളോ ചെയ്യുന്ന നിലവിലുള്ള നിയമങ്ങളെ ബാധിക്കില്ല, അല്ലെങ്കിൽ അതിലുള്ള ചില രീതികൾ അതേപോലെ തുടരേണ്ടതാണ് എന്നൊക്കെയുള്ള പ്രൊവിഷനുകൾ നിയമങ്ങളിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. നെഗോഷ്യബിൾ ആക്ടിൻ്റെ എക്സാമ്പിളും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ഇന്ത്യൻ ബിസിനസ് ലോവിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ജുഡീഷ്യൽ ഡിസിഷൻസ് ഓർ കേസ് ലോ ആൻഡ് കസ്റ്റംസ് ആൻഡ് യൂസേജ്. അപ്പോൾ പ്രധാനമായും കോടതികളെയും പാർലമെൻറ്റിനെയുമാണ് നിയമരൂപീകരണങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കാറുള്ളത്. അപ്പോൾ ബിസിനസ് ലോവിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഈ 4 സെക്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് പോർഷൻ ലോ ഓഫ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് ലോവിൻ്റെ പ്രധാനമായ ഒരു ഭാഗമാണ് ലോ ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ കരാർ നിയമങ്ങൾ. ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്ന കരാറുകളെ, കരാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം ഒരാൾ വേറൊരാൾക്ക് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വീട് നിർമ്മിച്ച് തരാം, 10 ലക്ഷം രൂപ, ഇപ്പോൾ 10 ലക്ഷത്തിനൊന്നും പറ്റില്ല, 40 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് നിർമ്മിച്ചു തരാം എന്ന് ഒരാൾ വേറൊരാൾക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ പരസ്പരം കുറേ ഉടമ്പടികളിൽ ആളുകൾ ഏർപ്പെടാറുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കരാറുകൾ ഇന്ത്യയിൽ പലപ്പോഴും വാണിജ്യ മേഖലയിൽ നിലനിൽക്കാറുണ്ട്. അപ്പൊ അത്തരം കരാറുകളെ നിയന്ത്രിക്കുന്ന നിയമമാണ് കോൺട്രാക്ട് നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ട് ലോ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ കരാറുകളെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. 1872 പാസ്സാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ കരാർ നിയമം. ഈ കരാർ നിയമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറയാനുള്ളത്. ഏതൊരു നിയമം ഇന്ത്യയിൽ പാസ്സാക്കുമ്പോഴും ആ ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു പ്രൊവിഷൻ നമ്മൾ അതിൽ വെക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ അവിടെ പ്രത്യേകിച്ചുള്ള ഭരണം നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെ എല്ലായ്പ്പോഴും തർക്ക പരിഹാരങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്ന പ്രദേശമാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്ത്യൻ കരാർ നിയമം 1872 പാസ്സാക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ഇന്ത്യയിലുള്ള കരാറുകൾ, വ്യാപാര കരാറുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇതിന് മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വകുപ്പുകൾ ഉള്ളതായിരിക്കും. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓരോ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ജഡ്ജിമാര് വിധി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ വക്കീലുമാര് കേസ് വാദിക്കുന്ന സമയത്ത് IPC സെക്ഷൻ 312, 314, 218 അങ്ങനെയൊക്കെ ഓരോ വകുപ്പുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ വകുപ്പുകൾ പറയാനുള്ള കാരണം ഓരോ നിയമവും നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ആ നിയമത്തിന് ഒരു ആമുഖമുണ്ടായിരിക്കും. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ആമുഖമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ വരുന്ന ഭാഗങ്ങളെ ഒരുപാട് വകുപ്പുകളായും ഉപവകുപ്പുകളായും ക്ലോസുകളായും ഒക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു നിയമം നടപ്പിലാക്കുന്ന സമയത്ത് അതിൻ്റെ വകുപ്പുകൾ അനുസരിച്ചാണ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് മെയിനായി 2 ഭാഗങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ, കരാർ നിയമത്തിനെ പൊതുവായി ബാധിക്കുന്ന നിയമങ്ങൾ. ദെൻ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സം സ്പെഷ്യൽ കോൺട്രാക്ട്. കരാറിൽ തന്നെ ചില പ്രത്യേക സവിശേഷതകളുള്ള കരാറുകൾ വരാറുണ്ട്. ഉദാഹരണമായി ബെയിൽമെന്റ്, പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇൻഡെംനിറ്റി എന്നൊക്കെ പറയുന്ന കുറേ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന പ്രൊവിഷൻസുമുണ്ട്. അപ്പൊ ജനറൽ പ്രൊവിഷൻസ് ഓഫ് ലോവുമുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സ്പെഷ്യൽ കോൺട്രാക്ട്സുമുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ കരാർ നിയമം സ്ട്രക്ചറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഇന്ത്യൻ കരാർ നിയമം 1872 എന്ന് നമ്മൾ പറഞ്ഞു. 1930 വരെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും സെയിൽ ഓഫ് ഗുഡ്സിനെ കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം ഈ നിയമത്തിലാണ് ഉണ്ടായിരുന്നത്, ഇന്ത്യൻ കരാർ നിയമത്തിൽ. പിന്നീട് 1930 ശേഷം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ പ്രത്യേകം നിയമങ്ങൾ പാസ്സാക്കി. അപ്പൊ അവയ്ക്കൊക്കെ അവയുടേതായ നിയമങ്ങൾ നിലവിൽ വന്നു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനാണെങ്കിലും സെയിൽ ഓഫ് ഗുഡ്സിനാണെങ്കിലും പാർട്ട്ണർഷിപ്പിനാണെങ്കിലും പ്രത്യേകം നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷം നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് പൊതുവെ കരാറുകളെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കരാർ നിയമത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ജനറൽ പ്രൊവിഷൻസ് ഓഫ് ലോയും സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സ്പെഷ്യൽ കോൺട്രാക്ട് ലൈക്ക് ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എക്സെട്ര. അപ്പൊ ഈ ഇന്ത്യൻ കരാർ നിയമം എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് ഒരു കരാർ? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു ഐഡിയ വേണം. കോൺട്രാക്റ്റിനെ നിയന്ത്രിക്കുന്ന നിയമമാണ് കോൺട്രാക്ട് ലോ അല്ലെങ്കിൽ കരാർ നിയമം. അപ്പൊ കോൺട്രാക്ട് എന്ന് പറയുന്നത് സാൽമണ്ടിന്റെ അഭിപ്രായത്തിൽ, സാൽമണ്ട് എന്ന് പറയുന്ന ഓഥർ പറയുന്നത് എ കോൺട്രാക്ട് ഈസ് എൻ അഗ്രിമെന്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. സാൽമണ്ടിന്റെ അഭിപ്രായത്തിൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഗ്രിമെന്റ് ആണ്, വ്യക്തികൾക്കിടയിലുള്ള ഒരു ഉടമ്പടിയാണ് കരാറ്.
ആ എഗ്രിമെന്റിൽ അവർ എന്താ ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ആളുകളുടെ വ്യക്തികൾക്കിടയിലുള്ള ദ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്, അതായത് വ്യക്തികൾക്കിടയിലുള്ള പരസ്പര ബാധ്യതകൾ എന്താണ് എന്ന് നിർവചിക്കുകയും അത് രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് കരാർ എന്നാണ് സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തികൾ ചേർന്ന് പരസ്പരം എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമ്പടികളിൽ ഏർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ്, ആ ഉടമ്പടിയാണ് ഒരു കരാർ. അപ്പൊ അതില് ഇവരുടെ ഒബ്ലിഗേഷൻസ് എന്താണ്, ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റൈറ്റ്സ് എന്താണ് എന്നൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനെ തന്നെ വീണ്ടും വേറെ ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് നിയമം എന്നുള്ളത്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 നമ്മൾ പറഞ്ഞു നിയമം എല്ലായ്പ്പോഴും സെക്ഷനുകളായിട്ടും സബ് സെക്ഷനുകളായിട്ടും മെയിൻ ക്ലോസ് ആയിട്ടും സബ് ക്ലോസ് ആയിട്ടും ഒക്കെയാണ് നിയമത്തിൽ കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചില് 2 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്. അതിൽ ആ സെക്ഷൻ പ്രകാരം എന്താണ് ലോ അല്ലെങ്കിൽ എന്താണ് കോൺട്രാക്ട്? കോൺട്രാക്ട് മീൻസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. എന്താണ് കരാർ? ആൻ എഗ്രിമെന്റ്, ഇതൊരു ഉടമ്പടിയാണ്, പരസ്പരമുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണ്? എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമത്തിനു മുന്നിൽ വിലയുള്ളതാണ് അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട്. അപ്പൊ എഗ്രിമെന്റുകൾ പലതരം ഉണ്ടാവാം, എല്ലാതൊന്നും നിയമത്തിന്റെ മുന്നിൽ എക്സിസ്റ്റ് ചെയ്യുന്നതല്ല. സോഷ്യൽ എഗ്രിമെന്റ്സിന്റെ, അപ്പോൾ ഒരാൾ നമ്മളെ പിറന്നാളിന് ക്ഷണിച്ചു, നമ്മുടെ ഫ്രണ്ട് പിറന്നാളിന് ക്ഷണിച്ചു, നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞു, ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പിറന്നാളിന് ക്ഷണിച്ചു, വരാമെന്ന് പറഞ്ഞതാണ്, അവർ വന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ എന്താണ്? ദേ ആർ മിയർ സോഷ്യൽ അഗ്രിമെന്റ്സ്. അത് വെറും സാമൂഹ്യപരമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഒക്കെ പുറത്ത് ഉണ്ടാകപ്പെടുന്ന തീരുമാനങ്ങളും എഗ്രിമെന്റുകളാണ്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കണം, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുകയും നിയമപ്രാബല്യമുള്ള, കോടതിക്ക് മുന്നിൽ വില കിട്ടുന്ന തരം എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട്. അപ്പൊ കോൺട്രാക്റ്റിന് നമ്മളുടെ ഈ ഡെഫിനേഷൻ പ്രകാരം 2 എലമെന്റ് ഉണ്ട്. ഒന്ന് എഗ്രിമെന്റ്. കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന്റെ പ്രത്യേകതയാണ് രണ്ടാമത്തെ എലമെന്റ്, എൻഫോഴ്സിബിൾ ബൈ ലോ. കോടതിക്ക് മുന്നിൽ വില കിട്ടുന്ന തരം, പ്രാബല്യത്തിൽ വരുന്ന, കോടതിക്ക് മുന്നിൽ നിലനിൽക്കുന്ന തരം എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. അപ്പൊ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് നോൺ ആസ് കോൺട്രാക്ട്. ഏത് വകുപ്പ് പ്രകാരം? സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ആ വകുപ്പ് പ്രകാരമുള്ള ഡെഫിനേഷൻ ആണ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് എന്താണ് എന്നുള്ള ഡെഫിനേഷൻ നോക്കി, സാൽമണ്ടിന്റെ ഡെഫിനേഷൻ നോക്കി, അതേപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിൽ പറയുന്ന ഡെഫിനേഷൻ നോക്കി. ഓൺ ദ ബേസിസ് ഓഫ് ദ ഡെഫിനേഷൻ എ കോൺട്രാക്ട് മീൻസ് എൻ അഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോർട്ടിന് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വില കിട്ടുന്ന, പ്രാബല്യത്തിൽ നിലനിൽക്കുന്ന എഗ്രിമെന്റുകളെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്, ആൻ എഗ്രിമെന്റ് ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്, ഒരു ഉടമ്പടിയാണ്, ഡിഫറെന്റ് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. ദെൻ അതിന്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് വെറുതെ പരസ്പരം പറയുന്ന എന്തെങ്കിലും ഉടമ്പടികളല്ല, നിയമപ്രകാരം ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പരസ്പരം കടമകൾ, ആ എഗ്രിമെന്റിൽ ഇൻവോൾവ്ഡ് ആയ പാർട്ടീസിന് നിയമപ്രകാരം ചുമതലകൾ ഏർപ്പെടുന്ന തരത്തിലുള്ള എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. അപ്പൊ എഗ്രിമെന്റും ലീഗൽ ഒബ്ലിഗേഷനും ഇത് രണ്ടും എസെൻഷ്യൽ ആണ്. ഒരു കരാർ ആവണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് വേണം, ലീഗൽ ഒബ്ലിഗേഷൻ വേണം. അപ്പൊ എന്താണ് എഗ്രിമെന്റ്?
കോൺട്രാക്ട് ആക്ടിന്റെ പ്രൊവിഷൻ അനുസരിച്ച് ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ, every promise or set of promises forming the consideration for each other is an agreement. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇയിലാണ് എന്താണ് എഗ്രിമെന്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ സെക്ഷൻ പ്രകാരം എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പ്രോമിസ് ആവാം, എവറി പ്രോമിസ്, ഓരോ വാഗ്ദാനങ്ങളും, അല്ലെങ്കിൽ ഓർ സെറ്റ് ഓഫ് പ്രോമിസസ്. അവിടെ ഒരു പ്രോമിസ് മാത്രമല്ല, ഒരു കൂട്ടം പ്രോമിസുകൾ ഉണ്ടായിരിക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കാം. ഈ വാഗ്ദാനങ്ങളുടെ പ്രത്യേകത എന്താണ്? ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഒന്നിന്റെ പ്രതിഫലം എന്നുള്ള രീതിയിലായിരിക്കും വേറൊരു വാഗ്ദാനം നൽകുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരു പ്രോമിസ് കൊടുക്കുന്നു, പകരം ബി ഇങ്ങോട്ടും ഒരു പ്രോമിസ് കൊടുക്കുന്നു. അപ്പൊ ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ നൽകുന്ന പ്രോമിസുകളായിരിക്കാം എഗ്രിമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പറയാണ്, എൻ്റെ സ്കൂട്ടർ നീ എടുത്തോളൂ, പകരം എനിക്ക് 2 ലക്ഷം രൂപ തന്നാൽ മതി. അപ്പൊ ആ സ്കൂട്ടർ അങ്ങോട്ട് കൊടുക്കാമെന്ന് എ പറയുന്നു, പകരം ബി ഇങ്ങോട്ട് എന്ന് പറയാണ് 2 ലക്ഷം രൂപ ഞാൻ തരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രോമിസ് കൊടുക്കുന്നു. പക്ഷെ ഇങ്ങനെ എഗ്രിമെന്റ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അതിന് എന്ത് വേണം? ലീഗൽ ഒബ്ലിഗേഷൻ വേണം. ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപീകരിക്കപ്പെടുന്ന പ്രോമിസ് മൂലം ഈ വ്യക്തികൾക്കിടയിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് വേണം. ഒന്നുകിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ സെല്ലർ ബയർ റിലേഷൻഷിപ്പ്, ലാൻഡ് ലോഡ് ടെനന്റ് റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും നിയമത്തിന് മുന്നിൽ പറയാവുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കടമ ഈ എഗ്രിമെന്റിലൂടെ രൂപീകരിക്കപ്പെടണം. അപ്പോഴേ അത് കോൺട്രാക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള എഗ്രിമെന്റ്സ് ഒക്കെ എന്ത് മാത്രമേ ആവുള്ളൂ? മിയർ സോഷ്യൽ എഗ്രിമെന്റ്സ് മാത്രമായിട്ട് നിലനിൽക്കുന്ന എഗ്രിമെന്റുകൾ ഉണ്ടാവും. അവയൊന്നും കോൺട്രാക്റ്റിന്റെ കീഴിൽ വരില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പിറന്നാളിന് നമ്മൾ ക്ഷണിച്ചു, അവർ വരാമെന്ന് പറഞ്ഞു, അത് ഒരു സോഷ്യൽ എഗ്രിമെന്റ് ആണ്. വന്നില്ല എന്ന് കരുതി നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഞാൻ കല്യാണം ക്ഷണിച്ചതാണ്, അവർ വന്നില്ല, ഞാൻ വെച്ച സദ്യ വേസ്റ്റായി, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ പരസ്പരമുള്ള ഒരു ജസ്റ്റ് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിന്റെ മുകളിൽ ഉൾപ്പെടുന്ന ഉടമ്പടികളാണ്. അതൊന്നും കോടതിക്ക് മുന്നിൽ വാലിഡ് അല്ല. അപ്പൊ കോടതിക്ക് മുന്നിൽ വാലിഡ് ആകുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഗ്രിമെന്റുകളാണ് കോൺട്രാക്ട്സ്. അപ്പൊ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്, ഐഡന്റിറ്റി ഓഫ് മൈൻഡ് വേണം. ഇനി എസെൻഷ്യൽസ് വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കും. ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടുപേര് ഒരു ഉടമ്പടിയിൽ എത്തുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് സെയിം മാറ്റർ ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കേരളത്തിലും ഒരു വീടുണ്ട്, മദ്രാസിലും ഒരു വീടുണ്ട്. അപ്പൊ ആ വ്യക്തി തൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, എൻ്റെ ഒരു വീട് ഞാൻ നിനക്ക് തരാം, നീ അത് എടുത്തോ, പകരം എനിക്ക് 50 ലക്ഷം രൂപ തന്നാൽ മതി. അപ്പൊ കേരളത്തിലെ വീടാണ് ലഭിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്ന ആൾ പറഞ്ഞു, ഓക്കെ ഞാൻ 50 ലക്ഷം തരാം, എനിക്ക് ആ വീട് മതി, എനിക്ക് വീട് വേണം എന്നേ പറഞ്ഞുള്ളൂ. ഏത് വീട് എന്ന് സ്പെസിഫൈ ചെയ്തില്ല. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മദ്രാസിലെ വീടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. വാങ്ങാൻ തീരുമാനിച്ച ആള് കേരളത്തിലെ വീടാണ് മനസ്സിൽ കണ്ടത്. അപ്പൊ അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് അവർ തീരുമാനം എടുത്തുവെങ്കിലും രണ്ടുപേരും ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. അത്തരം കരാറുകൾ നിയമത്തിന് മുന്നിൽ വിലപ്പോകില്ല. അപ്പൊ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് വേണം, ലീഗൽ റിലേഷൻഷിപ്പ് വേണം, അങ്ങനെ കുറെ എസെൻഷ്യൽ വേണം. അപ്പൊ അത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് മാത്രമാണ് നമ്മൾക്ക് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ്സ് ആണ്. പക്ഷെ അതിന് എന്ത് വേണം? ലീഗൽ വാലിഡിറ്റി അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി വേണം. ഓക്കെ, അപ്പൊ എഗ്രിമെന്റ് പ്ലസ് ലീഗൽ ഓബ്ലിഗേഷൻ, അത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴേ എന്തായി മാറുന്നുള്ളൂ? ഒരു കോൺട്രാക്റ്റ് ആയി മാറുന്നുള്ളൂ. അപ്പൊ എഗ്രിമെന്റും കോൺട്രാക്റ്റും ഇത് തമ്മിലും വ്യത്യാസമുണ്ട്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? എവറി പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അവിടെ എൻഫോഴ്സിബിലിറ്റി പറഞ്ഞോ? ഇല്ല. കോൺട്രാക്റ്റിൽ എന്ത് പറയുന്നുണ്ട്? എഗ്രിമെന്റ് ആവണം, അതോടൊപ്പം എൻഫോഴ്സിബിലിറ്റിയും വേണം. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറും അതിൻ്റെ ആക്സെപ്റ്റൻസുമാണ്. ഒരാൾ ഒരു ഓഫർ അങ്ങോട്ട് നൽകുന്നു,
രണ്ടാമത്തെ ആൾ അത് സ്വീകരിക്കുന്നു. രണ്ട് വ്യക്തികളുണ്ട്, രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഒരാൾ ഓഫർ നൽകുന്നു, രണ്ടാമത്തെ അത് ആൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് എഗ്രിമെൻ്റായി. നാളെ സിനിമയ്ക്ക് പോവല്ലേ, ടിക്കറ്റ് ഞാൻ എടുക്കാം. ഒരാൾ ഓഫർ ചെയ്തു, ഫ്രണ്ട് അത് സമ്മതിച്ചു, ഓക്കെ ഞാൻ വരാം, നാളെ സിനിമയ്ക്ക് പോവാം. അത് എഗ്രിമെൻ്റായി. പക്ഷെ അത് എന്താവില്ല, കോൺട്രാക്റ്റ് ആവില്ല. കാരണം കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് വരണം? ഓഫർ, ആക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി വേണം. എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിലേ കോൺട്രാക്റ്റ് ആവുള്ളൂ. ദെൻ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എഗ്രിമെന്റ് മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. എല്ലാ എഗ്രിമെന്റുകളിലും നിയമപ്രകാരമുള്ള ബന്ധങ്ങളൊന്നും രൂപീകരിക്കപ്പെടുന്നില്ല. പക്ഷെ കോൺട്രാക്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. നിയമപ്രകാരമുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഗ്രിമെൻ്റേ കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടാവും? ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും പാർട്ടീസ് തമ്മിൽ കേട്ടോ. ദെൻ അടുത്തത് ആൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റുകളും കരാറാവണമെന്നില്ല. കാരണം എന്താ? എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ രണ്ടും കൂടെ വന്നാലേ കോൺട്രാക്റ്റ് ആവും. പക്ഷേ കോൺട്രാക്റ്റിൽ അപ്പോൾ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസിൽ മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ് ബട്ട് ആൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്. എല്ലാ എഗ്രിമെൻറ്റുകളും എല്ലായ്പ്പോഴും കോൺട്രാക്റ്റായി മാറണമെന്നില്ല. കാരണം എഗ്രിമെൻറ്റ്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണത് കോൺട്രാക്റ്റായി മാറുന്നത്. എന്നാൽ എല്ലാ കോൺട്രാക്റ്റുകളും എല്ലായ്പ്പോഴും എന്താണ്? എഗ്രിമെൻറ്റ്സ് ആണ്. കാരണം ഒരു കോൺട്രാക്റ്റ് ബേസിക്കലി ഫോം ചെയ്യപ്പെടുന്നത് ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ്. ഒരു ഓഫറും ആ ഓഫറിൻ്റെ ആക്സെപ്റ്റൻസും അതേപോലെ തന്നെ അതിന് മുന്നിൽ നിയമത്തിന് വാലിഡിറ്റി കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു കരാറായി മാറുന്നത്. അപ്പോൾ ആൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ്. ദെൻ നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കൺക്ലൂഡഡ് ആൻഡ് ബൈൻഡിങ്. എഗ്രിമെൻറ്റ്സിൽ നമ്മൾ കുറേ വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളെ അത് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കൊന്നുമില്ല. നിയമപ്രകാരം നമ്മൾ നിർബന്ധിതരാക്കപ്പെടുന്നില്ല. പക്ഷെ കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. കോൺട്രാക്ട്സ് ആർ കൺക്ലൂഡഡ് ആൻഡ് ബൈൻഡിങ്. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം വാലിഡിറ്റി ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണത്. ആ കരാറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോമിസ് കൃത്യമായി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായി അത് നമ്മൾ കടമ ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നിയമപ്രകാരമുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം അതേപോലെ ചെയ്തു കൊടുക്കേണ്ടി വരും. അതും അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ ലഭിച്ചേക്കാം, ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബൈൻഡിങ് ആണ്, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണ് കോൺട്രാക്ട്സ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസസ് ക്രിയേറ്റിംഗ് ഓബ്ലിഗേഷൻസ്, ഫോമിങ് കൺസിഡറേഷൻ ഈച്ച് അതർ, അങ്ങനെയുള്ള പ്രോമിസസ് ആണ് എഗ്രിമെൻറ്റ്സ്. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ് എഗ്രിമെൻറ്റ്. ഒരാൾ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു, വേറൊരാൾ അത് സ്വീകരിക്കുന്നു. ഈ വാഗ്ദാനവും സ്വീകരിക്കലും ഇതിന് നിയമത്തിന് മുന്നിൽ വാലിഡിറ്റി കിട്ടുമ്പോഴാണ് അത് കോൺട്രാക്റ്റ് ആയി മാറുന്നത്. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. നെക്സ്റ്റ് ടോപ്പിക്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് കരാറുകളെ പല വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോരോ ബേസിസിൽ, ഫോർമേഷൻ്റെ ബേസിസിൽ, എക്സിക്യൂഷൻ്റെ ബേസിസിൽ, എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിസിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും 3 അടിസ്ഥാനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ ഓർ ഫോർമേഷൻ. എങ്ങനെയാണ് കരാറുകൾ രൂപീകരിക്കപ്പെടുന്നത്? അതിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് കരാറുകളെ 2ആയി ഡിവൈഡ് ചെയ്യാം, എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. രണ്ടാമതായി വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ. എങ്ങനെയാണ് കരാറുകൾ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്, എത്ര പേരത് പെർഫോം ചെയ്തു കഴിഞ്ഞു,
എത്ര പേര് പെർഫോം ചെയ്യാനുണ്ട്, നടപ്പിൽ വന്നു കഴിഞ്ഞു, അതോ ഇനിയും yet to പെൻഡിങ്, അതായത് yet to പെർഫോം എന്ന് പറയില്ലേ, ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്, അങ്ങനെയുള്ളതാണോ എന്നൊക്കെ അടിസ്ഥാനമാക്കിയാണ് എക്സിക്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റിൽ കോടതിക്ക് മുന്നിലുള്ള എൻഫോഴ്സിബിലിറ്റിയെ അടിസ്ഥാനമാക്കിയും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ഓർ ക്രിയേഷൻ. രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കരാറുകളെ എത്രയായാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു, എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. Express contract means the class of contracts which are formed by clearly written words or by words of mouth. ഒന്നുകിൽ വ്യക്തമായി എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കരാർ, അതല്ലെങ്കിൽ വായ കൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കരാർ. അത്തരം കരാറുകളാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. അവിടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ആ കോൺട്രാക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് എന്ന് ഒന്നുകിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പരസ്പരം അറിയിച്ചുകൊണ്ടുള്ള തുറന്ന വാക്കുകളിലൂടെ രൂപീകരിക്കപ്പെടുന്ന കരാറുകളാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. എന്നാൽ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അവിടെ ഇത്തരം ക്ലാരിഫിക്കേഷൻസ് ഉണ്ടാവില്ല, വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ വായ കൊണ്ട് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ബട്ട് ദ കോൺട്രാക്ട്സ് ആർ ഫോംഡ് ബൈ കണ്ടക്ട് ഓഫ് പാർട്ടീസ് ഓർ ബിഹേവിയർ ഓഫ് പാർട്ടീസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികളുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എല്ലാം നമ്മൾക്ക് അറിയാം. ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറേ ലഗേജസ് ഉണ്ട്. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്തുന്ന പോർട്ടർമാരുണ്ടാവും, കൂലീസ് എന്നറിയപ്പെടുന്ന പോർട്ടർമാരുണ്ടാവും. ആ യൂണിഫോം ഇട്ടിട്ട് പോർട്ടർ എന്ന ബാഡ്ജ് ഒക്കെ വെച്ചിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അയാൾ നമ്മളോട് വന്ന് പറയൊന്നും വേണ്ട, നിങ്ങളുടെ ലഗേജ് ഞാൻ കൊണ്ടുപോകാം, പകരം നിങ്ങൾ എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറയൊന്നും വേണ്ട. നമ്മൾ ഈ ലഗേജ് അവരെ ഏൽപ്പിക്കുന്നു, അവർ നമ്മുടെ വണ്ടിയിലോ എവിടെയാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരുന്നു, അവർക്ക് വേണ്ട സർവീസ് ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. ആൾ ആക്ടിവിറ്റീസ് ആർ ഇംപ്ലൈഡ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വ്യംഗ്യമാണ്, അവിടെ അത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറുന്നു, ബസ്സുകാരൻ നമ്മൾ കയറുമ്പോൾ നിങ്ങളെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു തരാം, നിങ്ങൾ ബസ്സിന്റെ ടിക്കറ്റ് തന്നാൽ മതി എന്ന് നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. ബോർഡ് വെച്ചിട്ടുള്ള ഒരു ബസ് വരേണ്ട, നമുക്കറിയാം അത് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാനുള്ള സർവീസ് ആണ് എന്ന് നമ്മൾക്ക് അറിയാം, ഓൾറെഡി അറിയാം. അങ്ങനെ സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചില കടമകൾ ചെയ്യുന്നു. അത്തരം കരാറുകളാണ് ഇംപ്ലൈഡ്. അവിടെ വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ബാധ്യതാ പത്രങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഈ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിന്റെ ഭാഗമായി വരുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ക്വാസി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. ഇത് പിന്നീട് വരുന്ന യൂണിറ്റുകളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട് ക്വാസി കോൺട്രാക്ട്. അപ്പൊ ഈ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട് അല്ലെങ്കിൽ ക്വാസി കോൺട്രാക്റ്റും ഇങ്ങനെ തന്നെയാണ്. അതൊരു കമ്പൽസറി ലീഗലി ബൗണ്ടിങ് കോൺട്രാക്ട്സ് ഒന്നും അല്ല. നമ്മൾ ചില സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെ പെരുമാറുന്നു. ഇപ്പൊ റോഡ് സൈഡിൽ ഒരാളെ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് ആസ് എ കോ പാസഞ്ചർ നമ്മൾ അവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണെന്ന് വിചാരിക്കാം. അത് നിയമം നമ്മളെ നിർബന്ധിച്ചത് കൊണ്ട് നമ്മൾ കൊണ്ടുപോയതൊന്നല്ല. അതേപോലെ തന്നെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, വഴിയിൽ നിന്നൊരു പേഴ്സ് കളഞ്ഞു കിട്ടി, നമ്മളത് പോലീസ് സ്റ്റേഷനിലോ തൊട്ടടുത്തുള്ള കടയിലോ ഏൽപ്പിക്കും. നമ്മൾ ആരോടെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? റൂട്ടിൽ നിന്ന് പേഴ്സ് കിട്ടിയാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ആസ് എ മാറ്റർ ഓഫ് അവർ ഡ്യൂട്ടി, നമ്മളൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മൾക്ക് വേണ്ട ചില അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെ സന്ദർഭങ്ങളുടെ നിർബന്ധം മൂലം ചില ഡ്യൂട്ടികൾ ചെയ്യപ്പെടുന്ന തരം കരാറുകളാണ് ക്വാസി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. അപ്പൊ ഇതൊക്കെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്.
അപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ആർ ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് കണ്ടക്ട് ഓർ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. വ്യക്തികളുടെ ആക്ടിവിറ്റീസ് മൂലം അല്ലെങ്കിൽ പെരുമാറ്റം മൂലമൊക്കെ ഉണ്ടാകുന്ന രൂപപ്പെട്ടു വരുന്ന കരാറുകളാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. അപ്പോൾ രണ്ട് തരം കോൺട്രാക്റ്റ് ആണ് ഫോർമേഷനെ അടിസ്ഥാനമാക്കി, എക്സ്പ്രസും ഇംപ്ലൈഡും. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ. കരാർ നിലവിൽ വന്നോ ഇല്ലയോ, അതിൻ്റെ പെർഫോമൻസ് എന്തായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരമുണ്ട്, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയാം, അത് നിലവിൽ വന്നു കഴിഞ്ഞു, ഇറ്റ് ഓൾറെഡി ഹാപ്പൻഡ് ഓർ പെർഫോംഡ്, ബോത്ത് ദ പാർട്ടീസ് പെർഫോംഡ് ദെയർ ലീഗൽ ഡ്യൂട്ടീസ്. ഒരു കരാറിൻ്റെ ബേസിസിൽ രണ്ട് പാർട്ടികളും, ഓഫർ കൊടുക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും, അവർ രണ്ടുപേരും അവനവൻ്റെ കടമകൾ ചെയ്തു തീർത്തു എങ്കിൽ അത്തരം കരാറുകളാണ് എക്സിക്യൂട്ടഡ്. ഒരാൾ വീട് പെയിന്റ് അടിക്കാൻ വേറൊരാളെ ഏൽപ്പിച്ചു, 50,000 രൂപ പെയിന്റിങ് ചാർജ് ആയിട്ട് കൊടുക്കാമെന്നും പറഞ്ഞു. അയാൾ വന്ന് പെയിന്റ് അടിച്ചു, ഇയാൾ 50,000 രൂപ കൊടുക്കുകയും ചെയ്തു. രണ്ടുപേരും അവനവൻ്റെ കടമകൾ ചെയ്തു തീർത്തു. അത്തരം കരാറുകളാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. അപ്പോൾ എക്സിക്യൂട്ടറി എന്തായിരിക്കും? ഡ്യൂട്ടീസ് ആർ പെൻഡിങ്, ദ കോൺട്രാക്ട് ഈസ് യെറ്റ് ടു പെർഫോം. രണ്ടുപേരും അവനവൻ്റെ കടമകൾ ചെയ്തിട്ടില്ല. അടുത്ത മാസം നീ എൻ്റെ വീട് പെയിന്റ് അടിച്ച് തരണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. നിനക്ക് 50,000 രൂപ തരാമെന്ന് ഞാനും പറഞ്ഞു. രണ്ടുപേരും കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അവനവൻ്റെ കടമകൾ ചെയ്തിട്ടില്ല. അത്തരം കരാറുകളാണ് എക്സിക്യൂട്ടറി. അത് നടപ്പിൽ വരാൻ പോകുന്നേയുള്ളൂ, യെറ്റ് ടു പെർഫോം ആണ്. ഈ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് തന്നെ നമ്മൾ വേറെ രണ്ട് തരത്തിലും പറയാറുണ്ട്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ബൈലാറ്ററൽ കോൺട്രാക്റ്റും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡഡ് പെർഫോമൻസ് ആണ്. കരാറിലുള്ള രണ്ട് പാർട്ടീസിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവനവൻ്റെ ഒബ്ലിഗേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, രണ്ടാമത്തെ വ്യക്തി ചെയ്തിട്ടുണ്ടാവില്ല. യൂണിലാറ്ററൽ ഏകപക്ഷീയമായി നടപ്പിലാക്കിയത്, ഒരു പാർട്ടി അവനവൻ്റെ ഡ്യൂട്ടി ചെയ്തു, രണ്ടാമത്തെ പാർട്ടി ചെയ്തിട്ടില്ല. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാലോ, രണ്ട് പാർട്ടീസും ഡ്യൂട്ടി ചെയ്തിട്ടില്ല, രണ്ടുപേരുടെയും കടമകൾ പെൻഡിങ്ങിലാണ്. അത്തരം കരാറുകളാണ് ബൈലാറ്ററൽ. ബോത്ത് പാർട്ടീസ് ആർ ഓർ ബോത്ത് പാർട്ടീസ് ഒബ്ലിഗേഷൻസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. രണ്ടുപേരുടെയും കടമകൾ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സിക്യൂഷനെ അടിസ്ഥാനമാക്കി എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിൽ പറയുന്നത്, അപ്പോൾ ഈ നിയമത്തിന് മുന്നിലുള്ള വാലിഡിറ്റിയെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് കോൺട്രാക്റ്റുകളെ 5 തരംതിരിക്കാം. ഫസ്റ്റ് വൺ, വാലിഡ് കോൺട്രാക്ട്. വാലിഡ് ആണ് അല്ലെങ്കിൽ എൻഫോഴ്സിബിൾ ആണ്, നിയമത്തിന് മുന്നിൽ ഫുൾ വാല്യൂ ഉള്ള കരാറാണ് വാലിഡ് കോൺട്രാക്ട്. ഇറ്റ് പൊസസ് ആൾ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് നിയമപ്രകാരം എന്തെല്ലാം എസെൻഷ്യൽസ് ആണോ വേണ്ടത്, അത് നമ്മളിനി അടുത്ത സെക്ഷനിൽ പഠിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ്, എലമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ കോൺട്രാക്റ്റാണ് വാലിഡ് കോൺട്രാക്ട്. കോടതിക്ക് മുന്നിൽ ഫുൾ വാല്യൂ കിട്ടുന്ന കരാറുകളാണ് വാലിഡ് കോൺട്രാക്ട്സ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയുള്ളത്, വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്തത്. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ദ കോൺട്രാക്ട്സ് വിച്ച് ആർ വാലിഡ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ബട്ട് ലേറ്റർ ബിക്കംസ് ഇൻവാലിഡ്. രൂപീകരിക്കുന്ന സമയത്ത് പലപ്പോഴും നല്ല വിലയുള്ള നിയമപ്രകാരം നമ്മൾക്ക് പറയാൻ പറ്റുന്ന കരാറുകൾ തന്നെ ആയിരിക്കും. പക്ഷെ പിന്നീട് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആവാം, ചേഞ്ച് ഇൻ ലീഗൽ റൂൾസ് ആവാം, എന്തെങ്കിലും കാരണങ്ങളാവാം, അതുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് നടപ്പിലാക്കാൻ പറ്റാതെ വന്നാൽ,
അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ അത്തരം കരാറുകളാണ് വോയിഡ് കോൺട്രാക്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ ജെയിൽ പറയുന്നുണ്ട്, ഒരു കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി സീസ് ചെയ്യപ്പെടുമ്പോൾ, അതായത് സ്റ്റോപ്പ് ചെയ്യപ്പെടുമ്പോൾ, വാലിഡിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് അത്തരം കരാറുകൾ വോയിഡ് കോൺട്രാക്റ്റുകളായി മാറുന്നത്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ജിയിൽ വോയിഡ് എഗ്രിമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ വില കിട്ടാത്ത തരം എഗ്രിമെന്റുകളാണ് അല്ലെങ്കിൽ വില നഷ്ടപ്പെട്ടിട്ടുള്ള എഗ്രിമെന്റുകളാണ് വോയിഡ് എഗ്രിമെന്റ്. അത് ചിലപ്പോൾ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ വാലിഡ് ആയിരിക്കില്ല. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയും. നമ്മൾ ലോവിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂലെസ് ഫ്രം വെരി ബിഗിനിങ്, തുടക്കം മുതൽക്ക് തന്നെ വിലയില്ലാത്തത്. അങ്ങനെയുള്ള ചില എഗ്രിമെന്റ് ഉണ്ട്, അതാണ് വോയിഡ് എഗ്രിമെന്റ്, വിലയില്ലാത്ത എഗ്രിമെന്റുകൾ. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അത് വാലിഡ് ആയിരിക്കാം, പിന്നീട് എന്തെങ്കിലും കാരണവശാൽ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ അത്തരം കരാറുകളൊക്കെയാണ് വോയിഡ് കോൺട്രാക്റ്റിൽ വരും, അതായത് വിലയില്ലാത്ത കരാറുകൾ. ദെൻ മൂന്നാമത്തെ കേസാണ് വോയിഡബിൾ കോൺട്രാക്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ ഐയിലാണ് പറയുന്നത്, ദ വാലിഡിറ്റി ഓഫ് സച്ച് കോൺട്രാക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ഓഫ് ദ എഗ്രിമെന്റ്. നമ്മളുടെ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള 2 പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് വോയിഡബിൾ കോൺട്രാക്റ്റിന്റെ വില നിലനിൽക്കുന്നത്. അതിന് ആ കരാറിന് വില വേണോ വേണ്ടയോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ കരാറിന് നിയമസാധുത വേണോ വേണ്ടയോ എന്ന് ആ എഗ്രീഡ് പാർട്ടിക്ക്, ബാധിക്കപ്പെട്ട വ്യക്തിക്ക് തീരുമാനിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിച്ചു, ലീഗൽ റിലേഷൻ ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ നിയമപ്രകാരം വിവാഹം കഴിച്ചു. 2 പേരുടെയും സമ്മതമില്ലേ എന്നൊക്കെ രജിസ്ട്രാർ ചോദിക്കും. 2 പേർക്കും സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ചു. അതിന് ലീഗലി വാലിഡിറ്റി ഉണ്ട്. പക്ഷേ പിന്നീട് ഇതിലത്തെ ഒരു വ്യക്തി, ഹസ്ബൻഡ് ആവാം വൈഫ് ആവാം, പിന്നീട് എപ്പോഴെങ്കിലും പറയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ആ സമ്മതം വാങ്ങിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി അവനെ കൊല്ലുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് പിന്നീട് അതിലൊരു വ്യക്തി പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ സ്വതന്ത്ര സമ്മതമല്ല, ഭീഷണിപ്പെടുത്തിയ കിട്ടിയ സമ്മതമാണ്. അപ്പൊ ആ കരാറിന് പിന്നെ വാലിഡിറ്റി ഉണ്ടാവോ? ഇല്ല, നിയമത്തിന് മുന്നിൽ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അത് വാലിഡ് ആണ്, കാരണം ഈ വ്യക്തി പറഞ്ഞിട്ടില്ല എൻ്റെ സമ്മതം സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ അവർ ഈ കാര്യം തുറന്ന് പറയുന്നത് ആ പോയിന്റ് വരെ ഈ കരാറിന് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ദ വാലിഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് വൺ പാർട്ടി. നമ്മുടെ കരാറിൽ ബാധിക്കപ്പെട്ട വ്യക്തി, അഗ്രീഡ് പാർട്ടി എന്നാണ് പറയുന്നത്, ആ വ്യക്തി ഈ കാര്യം, അതായത് അയാൾക്ക് ഈ കരാറിന് സമ്മതമായിരുന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ളതുണ്ടോ എന്നുള്ളത് തുറന്ന് പറയുന്നത് വരെ കരാറിന് വാലിഡിറ്റി ഉണ്ട്. തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വാല്യൂ ഇല്ലാത്ത കരാറായി മാറും. അങ്ങനെ വോയിഡബിൾ, ഇറ്റ് മേ ബിക്കം വാലിഡ് ഓർ വോയിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. ദെൻ നാലാമത്തേതാണ് ഇല്ലീഗൽ. ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നതിനേക്കാൾ ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ടെക്നിക്കലി ശരിയായ പദം. കാരണം ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രറി ടു ദ ലോ എന്നാണ്, നിയമവിരുദ്ധമായിട്ടുള്ളത്. നിയമവിരുദ്ധ കരാറുകൾ, കരാറ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എൻഫോഴ്സിബിൾ ബൈ ലോ ആവണം. അപ്പൊ എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലാത്ത ഇല്ലീഗലായ കാര്യങ്ങളെ നമുക്ക് കരാറ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ ഒരു യൂസേജ് ഉണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന എഗ്രിമെന്റുകളാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്ട്സ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ബോംബിട്ട് തകർക്കാൻ വേണ്ടി ഒരു കരാർ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുത്തിക്കൊല്ലാൻ വേണ്ടി കരാർ കൊടുക്കാം. അങ്ങനെ നിയമത്തിനെതിരെയുള്ള, നിയമപരമായ ആക്ടിവിറ്റീസിനെതിരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കരാറുകൾ രൂപീകരിക്കപ്പെടുക, എഗ്രിമെന്റുകൾ ഫോം ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണ്
ഇല്ലീഗൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്ട്. അതിന് വാലിഡിറ്റി ഇല്ല. ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആർ വോയിഡ് അബ് ഇനീഷ്യോ. രൂപീകരിക്കപ്പെടുന്ന സമയം മുതൽക്ക് തന്നെ വിലയില്ലാത്ത തരം കരാറുകളാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്ട്സ്. ദെൻ ലാസ്റ്റ് വരുന്നത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ during the time of formation parties are interested to bind legal relationship. ഒരു കരാറ് രൂപീകരിക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെയും ഉള്ളിൽ ഇത് നിയമപ്രകാരം ഒബ്ലിഗേഷൻസ് ഉള്ള കരാറാവണം, നിയമത്തിനു മുന്നിൽ വാലിഡിറ്റി വേണം എന്നൊക്കെ തന്നെയാണ് അവരുടെ താല്പര്യം. അങ്ങനെ തന്നെയാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത്. ബട്ട് അറ്റ് ദ ടൈം ഓഫ് എൻഫോഴ്സ്മെന്റ് ദർ മേ ബി സം ടെക്നിക്കൽ മിസ്റ്റേക്സ്. അവിടെ എന്തെങ്കിലും ചില തെറ്റുകൾ അല്ലെങ്കിൽ പിഴവുകൾ, അത് മനഃപൂർവ്വമല്ല, ഇൻറ്റൻഷനലി അവർ ചെയ്ത തെറ്റുകളായിരിക്കില്ല. ചിലപ്പോൾ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ നിയമത്തിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമോ ഒക്കെ വരുന്ന ചില മിസ്റ്റേക്കുകൾ കാരണം വാല്യൂ നഷ്ടപ്പെടുന്ന തരം കരാറുകളാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അപ്പോൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റുകൾ രൂപീകരിക്കുമ്പോഴൊക്കെ നല്ല വിശ്വാസത്തോടെയാണ് ഇവർ രൂപീകരിക്കുന്നത്. പക്ഷെ അതിന് കോടതിക്ക് മുന്നിൽ തെളിയിക്കപ്പെടേണ്ട സമയത്ത് ചിലപ്പോൾ പ്രോപ്പർ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടാവില്ല. ചില കരാറുകൾ മുദ്ര പേപ്പറിൽ എഴുതണം എന്നുണ്ടാവും, നമ്മൾ വെറും വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ആ ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ ശരിയാക്കി കഴിഞ്ഞാൽ പലപ്പോഴും വാലിഡിറ്റി തിരിച്ചു കിട്ടാറുണ്ട്. ഇപ്പൊ 2000 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം എന്നാണ് അതിന്റെ നിയമം. നമ്മൾ 1500 ഒട്ടിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഒരു 500 രൂപയുടെ സ്റ്റാമ്പും കൂടെ കൂട്ടി ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ 2000ന്റെ സ്റ്റാമ്പ് ഒട്ടിച്ച് വീണ്ടും അത് പുതുക്കി കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി കിട്ടും. അപ്പൊ ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോരായ്മകൾ കൊണ്ടോ വാലിഡിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള കരാറുകളാണ് അൺഎൻഫോഴ്സിബിൾ. അത് രൂപീകരിക്കപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ടികളുടെ ഉള്ളിലോ ഒന്നും നിയമവിരുദ്ധമായ യാതൊരു ആശയവും ഉണ്ടാവില്ല. പക്ഷേ സാങ്കേതിക തകരാറ് മൂലം വില നഷ്ടപ്പെടുന്ന കരാറുകളാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അപ്പം മൊത്തത്തിൽ എത്ര കോൺട്രാക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്? 1 എക്സ്പ്രസ്, 2 ഇംപ്ലൈഡ്, 3 എക്സിക്യൂട്ടഡ്, 4 എക്സിക്യൂട്ടറി, ദെൻ വാലിഡ്, വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, അൺഎൻഫോഴ്സിബിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സിൽ നമ്മൾ പറഞ്ഞ ചില ടേംസ് അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ്സും കോൺട്രാക്ട്സും അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് ഈ വ്യത്യസ്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസസ്? ഏറ്റവും ആദ്യമായി വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്കറിയാം. ഒന്ന് വാല്യൂലെസ് ആണ്, ഒന്ന് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ആണ്, വാലിഡിറ്റി ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇറ്റ്സ് വോയിഡ് ഫ്രം വെരി ബിഗിനിങ്. തുടക്കം മുതൽക്ക് തന്നെ വിലയില്ലാത്ത തരം കരാറുകളാണ് ഈ വോയിഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് എസെൻഷ്യൽ എലമെന്റ്സ് ഫുള്ളായിട്ട് ഉണ്ടായിരിക്കില്ല. രണ്ടാമത് എന്താ പറയുന്നത്? വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വാലിഡ്. ഏതുവരെയാണ് വാലിഡിറ്റി? ടിൽ റെപ്യൂഡിയേറ്റഡ് ബൈ ദ അഗ്രീഡ് പാർട്ടി. ബാധിക്കപ്പെട്ട വ്യക്തി അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ നിയമപ്രകാരമുള്ള സാധുത നഷ്ടപ്പെടുത്തുന്നത് വരെ ഇത്തരം കരാറുകൾ വാലിഡ് ആണ്. അതായത് എൻ്റെ സമ്മതം ഭീഷണി മൂലമാണ് എന്ന് തുറന്നു പറയുന്നത് വരെ ആ കരാറിന് വാലിഡിറ്റി ഉണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നത് വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് വെൻ എസെൻഷ്യൽ എലമെന്റ് മിസ്സിംഗ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ അത്യാവശ്യം വേണ്ട എലമെന്റുകളിലെ ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ ഒന്നിലധികം എലമെന്റുകളോ മിസ്സാവുമ്പോഴാണ് ഇതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുന്നത്. ഈ വോയിഡബിൾ കോൺട്രാക്റ്റ് ആവുമ്പോഴോ കൺസെന്റ് ഓഫ് ദ പാർട്ടി ഈസ് നോട്ട് ഫ്രീ. എപ്പോഴാണ് വാലിഡിറ്റി നഷ്ടപ്പെടുന്നത്? ബാധിക്കപ്പെട്ട വ്യക്തിയുടെ സമ്മതം സ്വതന്ത്രമായിരുന്നില്ല എന്നറിയുമ്പോഴാണ് വാലിഡിറ്റി പലപ്പോഴും നഷ്ടമാകുന്നത്. മൂന്നാമത്തെ ഡിഫറൻസിൽ പറയുന്നത് വോയിഡ് എഗ്രിമെന്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ പാർട്ടി. ഇതിലത്തെ ഒരു വ്യക്തി വിചാരിച്ചാലൊന്നും ഇതിന് വാലിഡിറ്റി കിട്ടുകയില്ല. എന്നാൽ വോയിഡബിളിൽ എങ്ങനെയാണ്? ഇറ്റ് മേ ബിക്കം valid or it may continue to be valid till the aggrieved party decides to
റിവീൽ ദ ട്രൂത്ത്. അതായത് ബാധിക്കപ്പെട്ട വ്യക്തി അവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം അവർ ഭീഷണി മൂലമാണ് സമ്മതിച്ചത് എന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നിയമസാധുത ഇല്ലായ്മയ്ക്ക് കാരണം എന്നുള്ളത് തുറന്നു പറയുന്നത് വരെ ഈ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ദെൻ നാലാമതായി പറയുന്നത് തേർഡ് പാർട്ടി ഡസ് നോട്ട് അക്വയർ എനി റൈറ്റ്. വോയിഡ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആർക്ക് കിട്ടുന്നില്ല? തേർഡ് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ലഭിക്കുന്നില്ല. എന്നാൽ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ an innocent party in good faith and for consideration acquires good title before the contract is awarded. ഈ കരാറ് അവോയ്ഡ് ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കനായ പരിപൂർണ വിശ്വാസത്തോടെ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കൺസിഡറേഷന് വേണ്ടി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ഗുഡ് ടൈറ്റിൽ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ദെൻ അഞ്ചാമതായി പറയുന്നത് ലാപ്സ് ഓഫ് ടൈം വിൽ നോട്ട് മേക്ക് ദ എഗ്രിമെന്റ് വാലിഡ്. ഈ വോയിഡ് എഗ്രിമെന്റുകൾ കുറേ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ അനുവദിച്ച സമയം കഴിഞ്ഞു അതിനുശേഷം വാലിഡിറ്റി ലഭിക്കുമെന്നില്ല. പക്ഷെ വോയിഡബിൾ എഗ്രിമെന്റിൽ അങ്ങനെയല്ല. നമ്മൾക്കൊരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ അതിൻ്റെ പോരായ്മ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ ദ കോൺട്രാക്ട് മേ ബിക്കം വാലിഡ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡാമേജ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കരാർ പ്രകാരം വോയിഡ് എഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ വോയിഡബിൾ എഗ്രിമെന്റിൽ അങ്ങനെയല്ല. അവിടെ ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ പറയുന്നത് വോയിഡ് എഗ്രിമെന്റും ഇല്ലീഗൽ എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ കോൺട്രറി ടു ദ ലോ. അപ്പോൾ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ആൾവേസ് ഇല്ലീഗൽ. എല്ലായ്പ്പോഴും എന്തായിക്കൊള്ളണമെന്നില്ല? നിയമവിരുദ്ധമാവണമെന്നില്ല. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് നഷ്ടപ്പെട്ടാൽ അത്തരം എഗ്രിമെന്റുകൾ വോയിഡ് എഗ്രിമെന്റ് ആവും. എന്നാൽ ഇല്ലീഗൽ എഗ്രിമെന്റ് എങ്ങനെയാണ്? ദേ ആർ ആൾവേസ് വോയിഡ്. എല്ലായ്പ്പോഴും നിയമത്തിനു മുന്നിൽ വിലയില്ലാത്ത നിയമവിരുദ്ധമായ കരാറുകളാണ് ഇല്ലീഗൽ എഗ്രിമെന്റ്സ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ദ കൊളാറ്ററൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ വോയിഡ് എഗ്രിമെന്റ് ആർ നോട്ട് അഫക്റ്റഡ്. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ നഷ്ടപ്പെടുന്നത് മൂലം വാലിഡിറ്റി നഷ്ടപ്പെടുന്ന എഗ്രിമെന്റുകളാണ് വോയിഡ് എഗ്രിമെന്റ്. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള ട്രാൻസാക്ഷനുകൾ നിയമവിരുദ്ധമായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അവയുടെ വില നഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ഇല്ലീഗൽ എഗ്രിമെന്റിൽ കൊളാറ്ററൽ എഗ്രിമെന്റ്സും ഇല്ലീഗലാണ്. അതൊരിക്കലും വാലിഡിറ്റി ലഭിക്കില്ല. അവ ആൾവേസ് വോയിഡ് ആണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ബെനഫിറ്റ്സ് ഡിറൈവ്ഡ് റീസ്റ്റോർഡ്. വോയിഡ് എഗ്രിമെന്റ്സിൽ എന്തെങ്കിലും ബെനഫിറ്റ്സ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും. എന്നാൽ ഇല്ലീഗൽ എഗ്രിമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇല്ലീഗൽ എഗ്രിമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ വിലപിടിപ്പുള്ള പണമോ മറ്റ് അസറ്റുകളോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നിയമപ്രകാരം അത് റീസ്റ്റോർ ചെയ്യാൻ കഴിയില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. കാരണം അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്? നിയമവിരുദ്ധമായ കാര്യത്തിനാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയില്ല. അതാണ് വോയിഡ് എഗ്രിമെന്റും ഇല്ലീഗൽ എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. ആ ടോപ്പിക്കിൽ എത്തിയിരിക്കുകയാണ്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നിയമത്തിനു മുന്നിൽ വാലിഡ് ആയിട്ടുള്ള, അതായത് ഏത് കോടതിക്ക് മുന്നിലും നമ്മൾക്ക് ഇതൊരു കരാറാണ് എന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ ആ കരാറുകൾക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 10 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെക്ഷൻ 10 ഓർമ്മിച്ചു വെക്കുമ്പോൾ 10 പോയിന്റുകളാണ് ഇതിലുള്ളത്. അതും ഓർമ്മിച്ചു വെക്കാം. ഈ ലോ പേപ്പറുകളുടെ പ്രത്യേകത, നമ്മൾ എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് റിലേറ്റഡ് ആയ സെക്ഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അതായത് വെറുതെ തിയറി എഴുതി വെക്കുന്നതിനേക്കാൾ സെക്ഷനും കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ ലഭിക്കും. അതേസമയം തെറ്റി എഴുതാനും പാടില്ല. സെക്ഷൻ അറിയില്ലെങ്കിൽ എഴുതേണ്ട,
മാറ്റി എഴുതരുത്. കാരണം സെക്ഷൻ മാറിയാൽ ആ സെക്ഷനിൽ പറയുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ സെക്ഷൻ കഴിയുന്നതും മനസ്സിലാക്കി നന്നായി ബൈഹാർട്ടായി പഠിക്കാൻ ശ്രമിക്കുക. കൃത്യമായി ഓർമ്മയുണ്ടെങ്കിൽ സെക്ഷൻ കൂട്ടിയിട്ട് ആൻസർ എഴുതുക. അറിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റായി ഒരിക്കലും സെക്ഷൻ എഴുതരുത്. അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയമപ്രകാരം വാലിഡിറ്റി ഉള്ള ഒരു കരാറിന് അത്യാവശ്യം വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ സെക്ഷൻ 10-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 10 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത് പ്രോപ്പർ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നിയമപ്രകാരം ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു ഓഫറും ആക്സെപ്റ്റൻസും വേണം. അതായത് ചുരുങ്ങിയത് 2 പേര് വേണം. ഒരു കരാർ രൂപീകരിക്കുമ്പോൾ ദ പേഴ്സൺ ഹൂ ഗിവിംഗ് ദ ഓഫർ ആൻഡ് ദ പേഴ്സൺ ഹൂ റിസീവ്സ് ദ ഓഫർ, 2 പേരുണ്ടെങ്കിലേ നമുക്കൊരു കോൺട്രാക്റ്റ് രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ. അവര് നിയമപ്രകാരമുള്ള ഒരു കാര്യത്തിന് വേണ്ടി വ്യക്തമായി ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വിശദമായി വ്യക്തമായി ഓഫർ നൽകുന്ന ആള് അത് ഓഫറിക്ക് സ്വീകരിക്കുന്ന ആൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഈ ഓഫറിൽ അൺകണ്ടീഷണൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഉപാധികളൊന്നും വെക്കാതെ വേണം ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ. വ്യക്തമായി ഓഫർ കേട്ട് അതിന് സമ്മതമാണ് എന്ന് വ്യക്തമായി പ്രകടിപ്പിച്ചിരിക്കണം. അവരുടെ ആക്സെപ്റ്റൻസ് പ്രകടിപ്പിച്ചിരിക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അപ്പൊ ഈ ഓഫർ നൽകുമ്പോഴും ആ ഓഫർ സ്വീകരിക്കുമ്പോഴും ഇവർക്ക് ഐഡന്റിറ്റി ഓഫ് മൈൻഡ് വേണം. കൃത്യമായി സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് ധാരണ വേണം. അതിന് സ്വതന്ത്രമായ സമ്മതം വേണം. അപ്പൊ അതില് ലീഗൽ റിലേഷൻഷിപ്പ് വേണം. നിയമപ്രകാരമുള്ളൊരു റിലേഷൻ, ഇപ്പൊ ബയർ ആൻഡ് സെല്ലർ അങ്ങനെയുള്ളൊരു റിലേഷൻ വേണം. അതല്ലാതെ ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഒരു കേസ് ബാൽഫർ വേഴ്സസ് ബാൽഫർ. അതിൽ മിസ്റ്റർ ബാൽഫർ പറയുന്നുണ്ട് 30 പൗണ്ട് വീതം ഓരോ മാസവും വൈഫിന് നൽകാം. എങ്ങനെയാണെങ്കിൽ living in England when she could not accompany him to Colon where he was employed. അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് ചെന്നിട്ടില്ലെങ്കിൽ 30 പൗണ്ട് ഓരോ മാസവും നൽകാം എന്നൊരു എഗ്രിമെന്റ് വെച്ചു. പിന്നീട് ആ എഗ്രിമെന്റിൽ എന്തൊക്കെയോ തർക്കങ്ങളായി. അപ്പൊ കോടതി പറഞ്ഞത് ഇതൊരു സോഷ്യൽ എഗ്രിമെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റില്ല, അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷനോ ബയർ സെല്ലർ റിലേഷനോ ലാൻഡ് ലോർഡ് ടെനന്റ് റിലേഷനോ അങ്ങനെ നിയമപ്രകാരമുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാവണം കരാറുകൾ രൂപീകരിക്കപ്പെടേണ്ടത്. മൂന്നാമതായി പറയുന്നത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ആ കരാറിൽ ഏർപ്പെട്ട വ്യക്തികൾ 2 വ്യക്തികൾ ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ സമ്മതം എന്ന് പറയുന്നത് പരിപൂർണ സ്വതന്ത്ര സമ്മതമാവണം. അപ്പൊ സെക്ഷൻ 14 പറയുന്നുണ്ട് ഈ വ്യക്തിയുടെ സമ്മതം കൊയേർഷൻ മൂലമോ ത്രെട്ട് മൂലമോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മൂലമോ ഒന്നും ലഭിക്കുന്നതാവരുത്. അതായത് ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടോ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒന്നും നമ്മൾ എന്ത് നേടിയെടുക്കാൻ പാടില്ല, അവരുടെ സമ്മതം നേടിയെടുക്കരുത്. അങ്ങനെ ലഭിക്കുന്ന സമ്മതത്തോടെയുള്ള കരാറുകളൊന്നും ലീഗലി വാലിഡ് അല്ല. ദെൻ നാലാമതായി പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. നമ്മളുടെ കരാറിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾക്കും നിയമപ്രകാരം അവർക്ക് ലീഗലി കേപ്പബിൾ ഓഫ് ബീയിങ് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അപ്പൊ സെക്ഷൻ 11 പറയുന്നുണ്ട് ഏതൊക്കെ വ്യക്തികൾക്കാണ് നിയമപ്രകാരം കരാറിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി ഇല്ലാത്തത്. പ്രധാനമായും 18 വയസ്സ് തികയാത്ത മൈനർമാര്, അൺസൗണ്ട് മൈൻഡ് ഉള്ള ആളുകൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവര്, ടോക്സിക്കേറ്റഡ് പേഴ്സൺസ്, മയക്കുമരുന്നുകളോ ഉത്തേജക മരുന്നുകളോ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചില സ്പെഷ്യൽ കാറ്റഗറീസിൽ വരുന്ന ആളുകൾക്കൊന്നും നിയമപ്രകാരം എല്ലാ കരാറിലും ഏർപ്പെടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും ആവരുത്. അഞ്ചാമതായി പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. ഒരു കാര്യം അങ്ങോട്ട് നൽകുന്നതിന് പകരം നമ്മൾക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കരാറിൽ ഒരു ഓഫർ അങ്ങോട്ട് നൽകുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. ഇപ്പൊ വീട് ഞാൻ പെയിന്റ് അടിച്ചു തരാം,
പകരം നമുക്ക് അതിൻ്റെ ചാർജായിട്ട് 50,000 രൂപ തരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പെയിൻറ്റിങ് എന്ന് പറയുന്ന സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നു, ഇങ്ങോട്ട് 50,000 രൂപ സർവീസ് ചാർജായി നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ബേസ് ആയിട്ട് വരുന്ന കൺസിഡറേഷൻസ് എല്ലാം ലോഫുൾ ആയിരിക്കണം, നിയമപ്രകാരം പറയാൻ പറ്റുന്നതായിരിക്കണം. അതല്ലാതെ കുറച്ച് മയക്കുമരുന്നിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇമ്മോറലായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഒന്നും കൺസിഡറേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റുകൾ രൂപീകരിക്കപ്പെട്ടാൽ വാലിഡിറ്റി ലഭിക്കില്ല. നിയമപ്രകാരം പറയാൻ പറ്റുന്ന കൺസിഡറേഷൻസ് ആയിരിക്കണം. ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്. നമ്മൾ ഈ കരാറിലൊരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്റ്റോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് പെർഫോമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും ആ ഓഫറിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ. അതെങ്ങനെയുള്ളതായിരിക്കണം? ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. ഒരാളെ കുത്തിക്കൊല്ലാനോ ഒരാളുടെ സ്വത്ത് മോഷ്ടിക്കാനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കരാറുകളിൽ ഏർപ്പെടരുത്. ഇമ്മോറലോ ഇല്ലീഗലോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന കോൺട്രാക്റ്റുകളൊന്നും വാലിഡ് അല്ല. ദെൻ എഗ്രിമെന്റ്സ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ്. നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കുറേ സെക്ഷനുകളിലായിട്ട് കുറേ വോയിഡ് എഗ്രിമെന്റ്സ് പറയുന്നുണ്ട്. ചില എഗ്രിമെന്റുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ വിലയില്ലാത്തതാണ്. ഉദാഹരണമായി എഗ്രിമെന്റ്സ് ഇൻ റെസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ്, ഇൻ റെസ്ട്രെയിൻഡ് ഓഫ് റൈറ്റ് ഓഫ് മാരേജ് എക്സെട്ര. വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിയമങ്ങൾ, വിവാഹ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിയമങ്ങൾ, അങ്ങനെ കുറേ എഗ്രിമെന്റ്സ് ഉണ്ട്. വാഗറിങ് എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞ കുറേ എഗ്രിമെന്റുകൾ. അവ നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവ വിലയില്ലാത്തതാണ്. അത്തരം എഗ്രിമെന്റിനൊന്നും എന്ത് കിട്ടില്ല? വാലിഡിറ്റി കിട്ടില്ല. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അത് ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് ആവരുത്. പിന്നെ പറയുന്നത് എന്താ? സെർറ്റനിറ്റി ഓഫ് മീനിങ്. നമ്മളുടെ കോൺട്രാക്റ്റിൽ പറയുന്ന സബ്ജക്റ്റ് മാറ്റർ വ്യക്തമായിരിക്കണം, പറയുന്ന കാര്യം വ്യക്തമായിരിക്കണം. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ആൾ ബിയോട് പറയാണ്, അടുത്ത കൺസൈൻമെന്റിൽ ഞങ്ങളുടെ ലോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 ലിറ്റർ ഓയിൽ തരാം എന്ന് പറഞ്ഞു. അവിടെ എന്ത് ഓയിലാന്ന് പറഞ്ഞു? കോക്കനട്ട് ഓയിലാണോ എന്ന് പറഞ്ഞിട്ടില്ല, സൺഫ്ലവർ ഓയിലാണോ എന്ന് പറഞ്ഞിട്ടില്ല, പാം ഓയിലാണോ? വ്യക്തതയില്ല. അങ്ങനെയുള്ള എഗ്രിമെന്റ്സിന് കോൺട്രാക്റ്റ് ആയി മാറാൻ കഴിയില്ല, അല്ലെങ്കിൽ ലീഗൽ വാലിഡിറ്റി കിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യം, ടേംസ് ഓഫ് ദ എഗ്രിമെന്റ് എന്തായിരിക്കണം? ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ദെൻ അടുത്തത് എന്താ? പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. എല്ലായ്പ്പോഴും പോസിബിൾ ആയ ഈവൻസിനാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യേണ്ടത്. ഇമ്പോസിബിൾ ഈവൻസിന് വേണ്ടി കോൺട്രാക്റ്റ് ഫോം ചെയ്താൽ അവിടെ വാലിഡിറ്റി ലഭിക്കില്ല. ഇപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തന്നാൽ 1 ബക്കറ്റ് വെള്ളം ഞാൻ സ്വർണമാക്കി തരാം. നടക്കുന്ന കാര്യമാണോ? അല്ല. സ്വർണത്തിന്റെ വില കൂടുന്നത് ആലോചിച്ചിട്ട് ഇവർ വിചാരിച്ചു 1,00,000 അല്ല 10,00,000 കൊടുത്താലും വേണ്ടില്ല, 1 ബക്കറ്റ് വെള്ളം സ്വർണ്ണമായി കിട്ടിയല്ലേ, അത് വിചാരിച്ച് നമ്മൾ പൈസ കൊടുത്ത് അയാൾ അത് സ്വർണമാക്കി തന്നില്ല പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ആ കോൺട്രാക്റ്റ് എന്തിനു വേണ്ടിയാണ്? ഇമ്പോസിബിൾ ഇവന്റ് ആണ്, നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ട്രഷർ ഹണ്ടുകളുണ്ട്, നിധി കണ്ടെത്തി തരാം, മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമ്പോസിബിൾ ആയ ഈവൻസിന് വേണ്ടി കരാറുകളിൽ ഏർപ്പെട്ടാൽ അവയ്ക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. ദെൻ ലാസ്റ്റിൽ വരുന്നത് ലീഗൽ ഫോർമാലിറ്റീസ്. ഇഫ് ദർ ഈസ് എനി prescribed legal formalities for performing a duty or performing an activity, it must be followed. നമ്മൾ രൂപീകരിച്ചിട്ടുള്ള കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതിന് നിയമപ്രകാരം എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺട്രാക്ട്സ് എഴുതിയതായിരിക്കണം എന്ന് നിയമമുണ്ടെങ്കിൽ നമ്മൾ എഴുതണം, അത് രജിസ്റ്റർ ചെയ്യണം എന്ന് നിയമമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, സ്റ്റാമ്പ് ഒട്ടിക്കണം, ലീഗൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. അപ്പോൾ എന്തെല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് ആണോ ആ കോൺട്രാക്റ്റിൻ്റെ എക്സിസ്റ്റൻസിന് ആവശ്യമുള്ളത് അതെല്ലാം നിയമപ്രകാരം ഫോളോ ചെയ്താൽ മാത്രമേ
ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് നമ്മൾക്ക് കോർട്ടിന് മുന്നിൽ വില ലഭിക്കണമെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് നിർബന്ധമായും പൊസസ് ചെയ്യേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. സെക്ഷൻ 10 പറഞ്ഞിട്ടുള്ളത് 10 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രോപ്പർ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. സെക്കൻഡ് വൺ, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. തേർഡ് വൺ, ഫ്രീ കൺസെന്റ്. ഫോർത്ത് വൺ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ഫിഫ്ത് വൺ, lawful consideration. Sixth one, lawful object. Seventh one, agreements not expressly declared as void. Then certainty of meaning. 9, possibility of performance. And last one, legal formalities. അപ്പോൾ നമ്മളുടെ ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ജനറൽ ലോ ഓഫ് കോൺട്രാക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് ഈ ടോപ്പിക്കോടുകൂടി കംപ്ലീറ്റ് ആവാണ്.